ഹായ് ഡിയേഴ്സ്, കഴിഞ്ഞ 7 വർഷ ചോദ്യ പേപ്പറുകളിൽ ആവർത്തിച്ച് ചോദിച്ച ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. തെർമോഡൈനാമിക്സിൽ നിന്നും സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും ഇന്റൻസീവ് പ്രോപ്പർട്ടിയും. ഇവരെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കും, ഇവരുടെ ഡെഫിനിഷൻ ചോദിക്കും, ഏതൊക്കെയാണ് എക്സ്റ്റെൻസീവിനും ഇന്റൻസീവിനും എക്സാമ്പിൾ എന്നും ചോദിക്കും. അപ്പോൾ എന്താണ് എക്സ്റ്റെൻസീവ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് ചോദിച്ചാൽ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് എന്ത്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അതായത് എൻ്റെ കയ്യിൽ ഇത്രയും മാറ്റർ ആണുള്ളത്, ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 70 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നിങ്ങൾ കരുതുക. ഞാൻ ഈ മാറ്ററിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ് മക്കളെ, സ്റ്റിൽ അതിന്റെ ടെമ്പറേച്ചർ എത്ര തന്നെയായിരിക്കും, ഇറ്റ്സ് ഓൾസോ ഈക്വൽ ടു 70 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എത്ര എമൗണ്ട് മാറ്റർ, എത്ര എമൗണ്ട് സബ്സ്റ്റൻസ് ആണ് എൻ്റെ കയ്യിലുള്ളത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? ഇതേപോലെയാണ് പ്രഷറും ഡെൻസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വിസ്കോസിറ്റിയും pHും മോളാർ വോളിയവും മോളാർ ഹീറ്റ് കപ്പാസിറ്റിയും ഒക്കെ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വോളിയവും ഹീറ്റ് കപ്പാസിറ്റിയും എക്സ്റ്റെൻസീവ് ആണ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റിയും മോളാർ വോളിയവും ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതേപോലെ മാസും വോളിയവും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എക്സ്റ്റെൻസീവ് ആണ്. പക്ഷേ മാസ് ബൈ വോളിയം ഡെൻസിറ്റി ഈസ് ആൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കിക്കോ, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻറ്റു എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന വേഗം പറഞ്ഞു. ഇന്റേണൽ എനർജി ഉണ്ട്, ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്, ഡെൻസിറ്റി ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. വേഗം ആൻസർ പറയൂ, ഏതൊക്കെയാണ് എക്സ്റ്റെൻസീവ്, ഏതൊക്കെയാണ് ഇന്റൻസീവ്? ഹീറ്റ് കപ്പാസിറ്റി എന്താണ്, എക്സ്റ്റെൻസീവ് ആണ്. ഹീറ്റ് കപ്പാസിറ്റി എക്സ്റ്റെൻസീവ് ആണ്. ദെൻ ഡെൻസിറ്റി തന്നിട്ടുണ്ട് അല്ലേ, ഡെൻസിറ്റിയും ടെമ്പറേച്ചറും എന്താണ്, ഡെൻസിറ്റിയും ടെമ്പറേച്ചറും ഇന്റൻസീവ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ ആണ്. ഇന്റേണൽ എനർജി തന്നിട്ടുണ്ട്, ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീന് എക്സാമ്പിൾ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹെസ്സസ് ലോ ഓഫ് ഹീറ്റ്, കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. ഹെസ്സസ് ലോ സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഇതാ ഒരുപാട് വർഷങ്ങളിൽ ഇങ്ങനെ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ എന്താണ് ഈ ലോ സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, മക്കളെ ഒരു റിയാക്ഷൻ നടക്കുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പിലായിരിക്കാം അല്ലെങ്കിൽ മൾട്ടി സ്റ്റെപ്പിലായിരിക്കാം. സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്നത് എലമെന്ററി റിയാക്ഷൻസ് ആണ്. ഇനി ഒന്നിലധികം സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻസ് ഉണ്ട്, കോംപ്ലക്സ് റിയാക്ഷൻസ്. അപ്പോൾ റിയാക്ഷൻ നടക്കുന്നത് ഒറ്റ സ്റ്റെപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ 2 or 3 സ്റ്റെപ്പിലായിക്കോട്ടെ, എനിവേ ആ റിയാക്ഷന്റെ ടോട്ടൽ എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? റിയാക്ഷൻ എത്ര സ്റ്റെപ്പിൽ നടന്നാലും ടോട്ടൽ എൻതാൽപി ചേഞ്ച് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ നിങ്ങൾ ഈ ഒരു ഡെഫിനിഷൻ ഓർത്തു വെക്കുക, പഠിച്ചു വെക്കുക, എന്തായാലും ചോദിക്കും. എസ് ലോയുടെ പ്രോബ്ലംസും നിങ്ങളോട് എക്സാമിന് ചോദിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരുപാട് വർഷം റിപ്പീറ്റ് ചെയ്ത അടുത്ത ചോദ്യം ഇതാണ്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപി ഓഫ് ഫ്ലൂറിൻ ഈസ് മോർ നെഗറ്റീവ് ദാൻ ദാറ്റ് ഓഫ് ഫ്ലൂറിൻ. ക്വസ്റ്റ്യൻ മനസ്സിലായോ നിങ്ങൾക്ക്? ഫ്ലൂറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപി ക്ലോറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും കൂടി കമ്പയർ ചെയ്തിരിക്കുക, ഫ്ലൂറിനും ക്ലോറിനും. അപ്പൊ ആരുടേതാണ് മോർ നെഗറ്റീവ് എന്ന് പറയുന്നത്? മോർ നെഗറ്റീവ് എന്ന് പറയുന്നത് ക്ലോറിൻ്റെതാണ്. അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നെഗറ്റീവ് ആകുക? ആർക്കാ നെഗറ്റീവ് ആകുക? ഈസി ആയിട്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാണ് കൂടുതൽ നെഗറ്റീവ് ആകുക. അപ്പൊ ഇവര് പറയുന്നത് ക്ലോറിൻ ഈസി ആയിട്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും, ഇലക്ട്രോണിനെ ഈസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ടാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മോർ നെഗറ്റീവ്. ഇനി അതിന്റെ റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ക്ലോറിൻ കൂടുതൽ എളുപ്പത്തിൽ റിസീവ് ചെയ്യുന്നത് ഇലക്ട്രോണിനെ? ഒന്നുമില്ല, നിങ്ങൾ കണ്ടോ, ഫ്ലൂറിന്റെ ഒരു ഇലക്ട്രോൺ പുതുതായിട്ട് വരികയാണ് മക്കളെ. ആ ഇലക്ട്രോൺ എൻറ്റർ ചെയ്യാൻ പോകുന്നത്, ഇതാ പുതുതായിട്ട് വരുന്ന ഇലക്ട്രോൺ ഫ്ലൂറിനിലേക്കാണ് പോകുന്നതെങ്കിൽ ഫ്ലൂറിന്റെ KL രണ്ടാമത്തെ L ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺ പോവേണ്ടത്. ഓൾറെഡി ആ ഷെല്ലിൽ 1 2 3 4 5 6 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഷെല്ലാണ്, ചെറിയ ഷെല്ലാണ്, ഓൾറെഡി 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺ അവിടെ പോവാതെ നിൽക്കുകയാണ്. നെക്സ്റ്റ് വൺ ക്ലോറിൻ, ക്ലോറിനിലേക്കും പോകുമ്പോൾ K ഷെൽ, L ഷെൽ, L ഷെൽ, മൂന്നാമത്തെ M ഷെല്ലിലേക്കാണ് ഇലക്ട്രോണിന് പോകേണ്ടത്. ഷെല്ല് കമ്പാരിറ്റീവ്ലി വലിയ ഷെല്ലാണ് അല്ലേ, പക്ഷെ ഇവിടെ ചെറിയ ഷെല്ലാണ്. അപ്പൊ ഇലക്ട്രോൺ റിപ്പൾഷൻ ഉണ്ടാകും. അപ്പൊ ഇലക്ട്രോൺ എങ്ങോട്ടേക്കായിരിക്കും പോവുക? ഫ്ലൂറിന്റെ ചെറിയ L ഷെല്ലിലേക്കാണോ അതോ ക്ലോറിന്റെ വലിയ M ഷെല്ലിലേക്കാണോ ഇലക്ട്രോൺ പോവുക? അഫ്കോഴ്സ് ഇലക്ട്രോൺ പോവുക ക്ലോറിന്റെ ഷെല്ലിലേക്കായിരിക്കും, അതാണ് വലിയ ഷെൽ. അവിടെയാണ് ഇലക്ട്രോൺ റിപ്പൾഷൻ കുറവ്. അപ്പൊ റിപ്പൾഷൻ കുറവുള്ളിടത്തേക്കായിരിക്കും ഇലക്ട്രോൺ പോകുക. അതുകൊണ്ട് ഈസി ആയിട്ട് ഇക്കൂട്ടത്തിൽ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ക്ലോറിൻ ആണ്. ഈസി ആയിട്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വിൽ ബി മോർ നെഗറ്റീവ്.
ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു. എക്സാം ടൈമിൽ നമ്മൾ ഫാസ്റ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓരോ മാർക്കും ഇമ്പോർട്ടൻസ് ആണ്. സോ മക്കൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. ആൻഡ് ഒന്ന് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.